ഒരു സാഹചര്യമല്ലേ ഉള്ളത് എന്ന് പറയുന്നിടത്ത് മറ്റൊരു വിഷയം കൂടി എടുത്തു പറയുന്നു. ഗവർണറെ, കേന്ദ്രത്തിൽ നിന്ന് ഗവർണറെ, BJP അനുകൂല നിലപാടെടുക്കുന്ന ഗവർണറെ അയച്ചുകൊണ്ട് അധികാരം പിടിച്ചടക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലും കേന്ദ്രം കടക്കുകയാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഫെഡറലിസം തകർക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നു കേന്ദ്രം. അതിനെതിരെയാണ് ഈ സമരം. അതാണ് അതിനെതിരെയുള്ള ഒരു ഐക്യത്തിനും ഭദ്രതയ്ക്കും ശക്തമായിട്ട് കേന്ദ്രവും അതിനായി ശാക്തീകരിക്കപ്പെട്ട സംസ്ഥാനങ്ങളും അനിവാര്യമാണെന്ന് എന്തുകൊണ്ട് കേന്ദ്രം മനസ്സിലാക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ആ ലക്ഷ്യം മുൻനിർത്തിയുള്ള ഒരു ചുവടുവെപ്പിലേക്ക് ഡൽഹി സമരം കടക്കുന്നു എന്നുകൂടിയാണ് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. KP അഭിലാഷ് കൂടി നമുക്കൊപ്പം ചേരുമ്പോൾ, അഭിലാഷ്, വളരെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു തരത്തിലേക്ക് ഈ സമരം മാറുമോ? ഏത് രീതിയിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് ജന്തർ മന്ദറിലേക്ക് കടക്കുന്നു എന്ന് കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഒരു സംസ്ഥാന സർക്കാർ ആണ് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇതേ വേദിയിൽ തന്നെയാണ് കർണാടകത്തിന്റെ പ്രതിഷേധം നടന്നത്. അതിനു മുമ്പ് തന്നെ കേരളം ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് ആസൂത്രണം നടത്തിയിരുന്നുവെങ്കിലും ഒരു ദിവസം മുമ്പ് കർണാടകം ഇതേ സ്ഥലത്ത് തന്നെ പ്രതിഷേധം നടത്തുന്നു. അതിന് തുടർച്ച എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തെ റിപ്പോർട്ട് ചെയ്യുന്നത്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള KV തോമസിനെ ഈ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. സീതാറാം യെച്ചൂരി പ്രതിഷേധത്തിന്റെ ഭാഗമായി മുൻനിരയിലുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന എല്ലാ മന്ത്രിമാരും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായുണ്ട്. ഇപ്പോൾ ഡൽഹിയിലെ കേരള ഹൗസിൽ നിന്ന് ജന്തർ മന്ദറിലേക്ക് പ്രകടനമായാണ് മുഖ്യമന്ത്രിയും അതോടൊപ്പം മറ്റു മന്ത്രിമാരും എല്ലാവരും പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം CPIMന്റെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ അല്പസമയത്തിനകം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അതോടൊപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിന്റെ ഭാഗമാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. LDFിലെ വിവിധ ഘടകകക്ഷി നേതാക്കൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ്. ജോസ് കെ മാണിയെ നമുക്ക് മുൻനിരയിൽ കാണാം. മന്ത്രി റോഷി അഗസ്റ്റിനെ മുൻനിരയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രി ഉൾപ്പെടെ ഉള്ളവർ, അങ്ങനെ സംസ്ഥാനത്തെ മന്ത്രിമാരുടെ ഒരു വലിയ നിര തന്നെയാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ എത്തിയിട്ടുള്ളത്. ഡൽഹിയിൽ ഇപ്പോൾ അല്പം പ്രതികൂലമായ കാലാവസ്ഥയാണ്. തണുപ്പ് കാലഘട്ടം ആണ് ഇപ്പോൾ ഡൽഹിയിലുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഒരു സാന്നിധ്യം ഈ പ്രതിഷേധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ധനമന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ നേരത്തെ ന്യൂസ് 18നോട് പ്രതികരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ LDF കൺവീനർ EP ജയരാജൻ, ME ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ജന്തർ മന്ദറിലെ പ്രത്യേക വേദിയിൽ ഈ നേതാക്കൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി സംസാരിക്കും. തീർച്ചയായും അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മലയാളത്തിലായിരിക്കും സംസാരിക്കുക എങ്കിൽ പോലും എന്തൊക്കെ വിമർശനങ്ങൾ ആണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ടതായി മാറും. നിരവധി ദേശീയ മാധ്യമങ്ങൾ അടക്കമാണ് ഈ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിലേക്ക് ഈ പ്രതിഷേധത്തെ ഉയർത്തിക്കൊണ്ടുവരിക, അങ്ങനെ സർക്കാരിനെതിരായ, കേന്ദ്ര സർക്കാരിനെതിരായ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഒരു സംസ്ഥാനം കടന്നുപോകുന്നു എന്ന പ്രതീതിയാണ് ഡൽഹിയിൽ ഇപ്പോൾ കേരളത്തിന് ജനിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിന് ആരുടെയൊക്കെ പിന്തുണ ലഭിക്കും, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ പിന്തുണ ലഭിക്കുമോ എന്നതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. വ്യത്യസ്തമായ പ്രതിഷേധങ്ങൾക്ക് പകരം ഒരുമിച്ചുള്ള പ്രതിഷേധം എന്നതിന് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എന്ന രീതിയിലുള്ള ഒരു ബാനർ